നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയ്ക്കായി രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സമിതിയുടെ സ്ഥാപക അംഗങ്ങളായി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെയും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും ട്രംപ് ഭരണകൂടം നാമനിർദ്ദേശം ചെയ്തു. ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മരുമകൻ ജാർഡ് കുഷ്നറും ഈ സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗങ്ങളായിരിക്കുമെന്ന് വൈറ്റ് ഹൌസ് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ 20 പോയിന്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. ബോർഡിന്റെ ചെയർമാനായി ഡൊണാൾഡ് ട്രംപ് തന്നെയാകും പ്രവർത്തിക്കുക. ഗാസയുടെ താൽക്കാലിക ഭരണനിർവഹണവും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും ബോർഡിന്റെ ഉത്തരവാദിത്തമായിരിക്കും. സൌത്ത് പോർട്ട് കൊലപാതക എക്സൽ കുർബാനയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികളുടെ ഡാൻസ് സ്കൂളിന് നേരെ അനുകരണ ആക്രമണം നടത്തുവാനും കാർഡിഫിൽ നടക്കുന്ന ആദ്യ ഒയാസിസ് റിയൂണിയൻ സംഗീത പരിപാടി ബോംബിട്ട് തകർക്കുവാനും പദ്ധതിയിട്ടതായി കണ്ടെത്തിയ ബ്രിട്ടീഷ് കൌമാരക്കാരന് കോടതി ശിക്ഷ വിധിച്ചു. വെയിൽസിലെ ടോർഫെയിൻ ജില്ലയിലെ ക്വാംബ്രാനിൽ നിന്നുള്ള 18 വയസ്സുകാരൻ മെക്കൻസി മോർഗനെയാണ് കോടതി 14 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. അൽഖ്വയ്ദയുടെ പരിശീലന മാനുവൽ ഇയാളുടെ കൈവശം വെച്ചെന്ന കുറ്റം ഇയാൾ സമ്മതിച്ചിട്ടുമുണ്ട്. മോർഗൻ കുബാന രീതിയിലുള്ള ആക്രമണം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും അതീവ വിഷമയമായ റൈസിൻ നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്ന കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. വലിയൊരു കത്തി വിൽപ്പനയ്ക്കുള്ള ചിത്രം ഒരു സുഹൃത്തിന് അയച്ച് ഇത് പോരെയോ എന്ന സന്ദേശവും ഇയാൾ അയച്ചിട്ടുണ്ട്. 2025 ജൂൺ 2-നാണ് മോർഗനെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സ്നാപ്ചാറ്റിൽ കണ്ട ചില സന്ദേശങ്ങൾ ആശങ്ക ഉണ്ടാക്കിയതായി ഒരാൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്ത് UK. ഇന്റർനാഷണൽ ട്രാവൽ ഫ്രീഡത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഏറ്റവും പുതിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിലാണ് UKയുടെ സ്ഥാനം 7ാമതായത്. ബ്രെക്സിന് ശേഷം പാസ്പോർട്ടിന്റെ കരുത്ത് കുറയുന്നുവെന്ന സൂചനകളാണ് ഇത് കാണിക്കുന്നത്. ഈ വർഷം 182 രാജ്യങ്ങളിലേക്കുള്ള വിസാരഹിത പ്രവേശനത്തോടെയാണ് UK 7ാം സ്ഥാനത്തെത്തിയത്. മുൻകൂട്ടി വിസയില്ലാതെ എത്ര രാജ്യങ്ങൾ സന്ദർശിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. തുടർച്ചയായി 1ാം സ്ഥാനത്ത് സിംഗപ്പൂർ തന്നെയാണ്. UAE പാസ്പോർട്ട് ലോകത്തിലെ 5ാമത്തെ ശക്തമായ പാസ്പോർട്ടായി മാറിയെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 സ്ഥാനങ്ങളുടെ മുന്നേറ്റമാണ് ഇത്തവണ UAE നേടിയത്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഐസ്ലാൻഡ്, അമേരിക്ക എന്നിവരെക്കാൾ ശക്തമായ പാസ്പോർട്ടാണ് നിലവിൽ UAEയുടേത്. അതേസമയം ഇന്ത്യക്ക് ടോപ്പ് 10 പട്ടികയിൽ ഇടം നേടാനായില്ല. ആയുധങ്ങൾ കൈവശം വെച്ച കുറ്റത്തിന് 2 കൌമാരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോസ്ട്രേറ്റിൽ കാൽനട യാത്രക്കാരൻ ആയുധം കയ്യിൽ പിടിച്ച് നടക്കുന്നെന്ന റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 പേരെ അറസ്റ്റ് ചെയ്തത്. എഡ്വിൻബറോ നഗരത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ പ്രത്യേക ആയുധസജ്ജരായ ഓഫീസർമാരടക്കം പോലീസ് സംഘം സ്ഥലത്തെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ആർക്കും പരിക്കുകളൊന്നും ഏറ്റിട്ടില്ലെന്ന് റിപ്പോർട്ടുണ്ട്. അന്വേഷണം തുടരുകയാണെന്നും സ്കോട്ട്ലൻഡ് പോലീസ് അറിയിച്ചു. കവൻട്രിയിലെ ആമസോൺ വെയർഹൌസിൽ ട്യൂബർക്യുലോസിസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജീവനക്കാരെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ ജോലി ചെയ്തിരുന്ന ചില ജീവനക്കാരിൽ പകർച്ചവ്യാധി കണ്ടെത്തിയതോടെയാണ് UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി സ്ക്രീനിംഗ് പരിപാടി കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയത്. ഏകദേശം 2000 ജീവനക്കാർ ജോലി ചെയ്യുന്ന കവൻട്രി വെയർഹൌസിൽ കഴിഞ്ഞ വർഷം അവസാനം 10 പേരിൽ ലേറ്റന്റ് TB കണ്ടെത്തിയതായി ആമസോൺ അറിയിച്ചു. ശരീരത്തിൽ TB ബാക്ടീരിയ ഉണ്ടെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത അവസ്ഥയാണ് ലേറ്റന്റ് TB. ഇത് മറ്റുള്ളവയ്ക്ക് പകരില്ലെങ്കിലും ചികിത്സ ലഭിക്കാതെ പോയാൽ ഭാവിയിൽ പകർച്ചവ്യാധിയായ TB ആയി മാറുവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ചികിത്സാ പിഴവിനെ തുടർന്ന് UKയിൽ മലയാളി നഴ്സിന് ജോലിയിൽ നിന്ന് സസ്പെൻഷൻ ലഭിച്ചു. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിൽ നടത്തിയ അന്വേഷണത്തിലാണ് മലയാളി നഴ്സിനെതിരെ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ വർഷം നടന്ന ഒരു ചികിത്സാ സംഭവവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം ആരംഭിച്ചത്. രോഗികൾക്ക് നൽകേണ്ട മരുന്നിന്റെ അളവിൽ തെറ്റുപറ്റിയതായും കൃത്യസമയത്ത് മരുന്ന് നൽകുന്നതിൽ പരാജയപ്പെട്ടതായും കണ്ടെത്തി. കൂടാതെ രോഗികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പേഷ്യന്റ് നോട്ടീസിൽ രേഖപ്പെടുത്തി
എത്തുന്നതിലും നഴ്സ് വീഴ്ച വരുത്തിയിരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ പാലിക്കേണ്ട ക്ലിനിക്കൽ പ്രോട്ടോകോളുകൾ ലംഘിച്ചു. നഴ്സിംഗ് തൊഴിലിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന രീതിയിലുള്ള വീഴ്ചകൾ നഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ട്രിബ്യൂണൽ വിലയിരുത്തുന്നത്. രോഗികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിൽ പരാജയപ്പെട്ടത് ഗുരുതരമായ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റായി കോടതി കണക്കാക്കി. ഈ സാഹചര്യത്തിലാണ് ഇവരെ 12 മാസത്തേക്ക് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സ്റ്റോക്ക്-ഓൺ-ട്രെന്റിലെ സ്റ്റാഫോർഡ്ഷെയർ മലയാളി അസോസിയേഷന്റെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം വർണ്ണാഭമായി. സ്റ്റോക്ക്-ഓൺ-ട്രെന്റിലെ ഫെന്റൺ കമ്മ്യൂണിറ്റി ഹാളിൽ ജനുവരി 10 വൈകുന്നേരം 5 മണി മുതൽ രാത്രി 10 മണി വരെ വിപുലമായ പരിപാടികളോടെയാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ നടന്നത്. ബാൻഡ് മേളത്തിന്റെ ചുവട് വെച്ച് ആടിപ്പാടി ക്രിസ്മസ് പാപ്പ ഹാളിലേക്ക് എത്തി. കാറൽ ഗാനങ്ങളും SMAയുടെ കലാപ്രതിഭകൾ അണിയിച്ചൊരുക്കിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും പരിപാടിയുടെ മാറ്റുകൂടി. തുടർന്ന് ബിനു അടിവാലി അവതരിപ്പിച്ച വിവിധ സ്കിറ്റുകളും അരങ്ങേറി. ക്രിസ്മസ് ആഘോഷ പരിപാടിക്ക് നിലാമഞ്ഞ് 2026 എന്ന മനോഹരമായ പേര് നിർദ്ദേശിച്ച സിൽസി ജോണിക്ക് വേദിയിൽ പ്രത്യേക സമ്മാനവും നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി പാലാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം സെക്രട്ടറി സജി ജോർജ് മുളയ്ക്കൽ സ്വാഗതം പറഞ്ഞു. ക്രിസ്മസ് ആഘോഷം വിജയകരവും മികവുറ്റതുമായ അനുഭവമാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ട്രഷറർ ആന്റണി സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് കൈമാറി. കൊല്ലം വിജിലൻസ് കോടതിയാണ് VSSC റിപ്പോർട്ട് കൈമാറിയത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങി 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത്. ഇന്നലെയാണ് VSSCയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിയത്. വിജിലൻസിന്റെ പിന്നിൽ പരിശോധനയിൽ KSEBയിൽ കണ്ടെത്തിയത് വ്യാപക അഴിമതി. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിലാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടന്നത്. വിജിലൻസിന്റെ പരിശോധനയിൽ വ്യാപക അഴിമതിയും ക്രമക്കേടുമാണ് KSEBയിൽ നിന്ന് കണ്ടെത്തിയത്. 41 ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി. 16.50 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയിട്ടുള്ളത്. മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന് തിരിച്ചടി. ബലാത്സംഗ കേസിൽ രാഹുലിന് ജാമ്യമില്ല. രാഹുൽ ജയിലിൽ തുടരും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യത്തിനായി സെഷൻ കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ അറിയിച്ചു. തിങ്കളാഴ്ച ഹർജി നൽകും. അരുണാചൽ പ്രദേശിൽ വിനോദയാത്രയ്ക്ക് പോയ മലയാളി സംഘത്തിലെ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. കൊല്ലം സ്വദേശിയായ ബിനുവാണ് മരണപ്പെട്ടത്. ഐസ് മൂടിയ തടാകത്തിലൂടെ നടക്കവെ അപകടത്തിൽപ്പെടുകയായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി മധുവിനെ കാണാതായി. 5 പേരെ രക്ഷപ്പെടുത്തി. തവാങ്ങിലെ സേലാപാസിനോട് ചേർന്നാണ് അപകടമുണ്ടായത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.